ആരാണ് ഒരു ആത്മാർത്ഥ സുഹൃത്ത്? ഈ ഒരു ചെറിയ കഥ വഴി നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലൊരു വ്യക്തി തൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു സഹായം വേണവടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് സഹായമാണ് വേണ്ടതെന്ന്. എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യമുണ്ട്, എനിക്കിനി തീർച്ചയായിട്ടും സഹായിക്കണം എന്ന് സുഹൃത്തിനോട് പറയുന്നു. സുഹൃത്ത് ചോദിച്ചു, എന്തുപറ്റി നിന്റെ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നു? അത് അമ്മയുമായിട്ട് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ കുറച്ച് മരുന്നുകൾ എഴുതി തന്നു. മരുന്ന് വാങ്ങാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കാശ് കുറവായിരുന്നത് കൊണ്ട് എനിക്ക് എല്ലാ മരുന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. ഇന്ന് അമ്മയ്ക്ക് ആ മരുന്ന് കൊടുക്കണം എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നീ എന്നെ രാത്രി വിളിക്കെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അദ്ദേഹം ഇരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും സുഹൃത്തിനെ വിളിച്ചപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി അദ്ദേഹം. കാരണം വിളിച്ചപ്പോൾ, നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തിലായി. അങ്ങനെ ഒരുപാട് പേരെ പരിചയമുള്ള ആളുകളെയൊക്കെ വിളിച്ചു, എന്ത് ചെയ്യണമെന്നറിയില്ല. ചിലരൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കി, ചിലർ പറഞ്ഞു കാശില്ല എന്ന് പറഞ്ഞു, ചിലർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അങ്ങനെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു വിഷമത്തിൽ അദ്ദേഹം വീട്ടിൽ ചെന്ന് അമ്മയുടെ അരികിലേക്ക് ഇരുന്നപ്പോൾ വീണ്ടും ഒരു ഞെട്ടലുണ്ടായി. കാരണം വളരെ കൗതുകത്തോടു കൂടി അദ്ദേഹം അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഈ കവർ ആരാ കൊണ്ടു തന്നേന്ന്? ആ കവറിനുള്ളിൽ ഡോക്ടർ പറഞ്ഞ എല്ലാ മരുന്നുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയില്ല, നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു. നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പ്രെസ്ക്രിപ്ഷൻ ചോദിച്ചപ്പോൾ ഞാൻ അത് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ഒരു ഞെട്ടലോടു കൂടിയും സന്തോഷത്തോടു കൂടിയും തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. കാരണം വീണ്ടും വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. കാണാൻ വേണ്ടി ചെന്നിട്ട് സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റിയടാ, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, സ്വിച്ച് ഓഫ് ആണ്, ഞാൻ വളരെ ടെൻഷനായിരുന്നു, പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ നീ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നു എന്ന് അമ്മ പറയുന്നല്ലോ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഞാൻ രാവിലെ തൊട്ട് കാശിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കാശ് എനിക്കും കിട്ടിയില്ല. ഒടുവിൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ വിറ്റു. അങ്ങനെ അതിൽ കിട്ടിയ കാശ് കൊണ്ടാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തത്. നിനക്കൊന്നും തോന്നരുത്, അതുകൊണ്ടാണ് എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ കഴിയാത്തത്, സോറി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ ഞെട്ടലോടു കൂടിയും വിഷമത്തോടു കൂടിയും ചിന്തിച്ചു നിന്നു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നെവർ മിസ്റ്റേക്ക് സൈലൻസ് ഫോർ ആബ്സെൻസ് എന്നാണ്. ഇതുപോലത്തെ സുഹൃത്തുക്കളിലെ യഥാർത്ഥ സുഹൃത്തുക്കൾ, ഇതല്ല യഥാർത്ഥ സൗഹൃദം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.